രാഹുൽ മാങ്കൂട്ടം മാസായി എത്തുമോ എന്നുള്ള കാത്തിരിപ്പിലാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയിലെ കുറച്ചുപേരും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പലർക്കും രാഹുൽ മാങ്കൂട്ടത്തിനോട് താല്പര്യമുണ്ട്. ചില നേതാക്കൾ തങ്ങളെക്കാൾ മുകളിലേക്ക് രാഹുൽ മാങ്കൂട്ടം വളരുമോ എന്നുള്ള ഭയത്തിലാണ് പലരും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയുന്നത്. ഇപ്പൊ കോടതി തന്നെ പറയുന്നു പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം വരെ അനുവദിച്ചത്. എന്തായാലും പാലക്കാട്ടേക്ക് രാഹുൽ എത്തുമോ? ഇതൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ആയി കേരളം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. മാധ്യമങ്ങളൊക്കെ പല മാധ്യമങ്ങളും തേജോവധം ചെയ്ത് രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കിയ അതിജീവ തന്നെ പറയുന്നു സമ്മർദ്ദത്തിന്റെ ഫലമായാണ് എനിക്ക് ഈ കേസ് കൊടുക്കേണ്ടി വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം ഇനി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത എത്രയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിൽക്കുമ്പോഴാണ് വലിയൊരു സസ്പെൻസ് പുറത്തു വരുന്നത്. രണ്ടാം ഘട്ട പോളിംഗ് ബൂത്തിലേക്ക് പോകും മുമ്പ് KPCC പ്രസിഡന്റ് ഒരു തുറന്നു പറച്ചിൽ നടത്തുകയാണ്. സത്യത്തിൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ഒരു നേതാവും MLA-യുമാണ് രാഹുൽ മാങ്കൂട്ടം. കോൺഗ്രസിലെ ഒരു നേതാവ് പോലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പരസ്യമായി വാദിക്കുകയോ സ്തുതി പാടുകയോ ചെയ്യാറില്ല. മുരളീധരനൊക്കെ ചോദിക്കുന്നത് ഏത് മാങ്കൂട്ടം എന്നാണ്. ഏറ്റവും അധികം മാങ്കൂട്ടത്തിനെതിരെ കടുത്ത ഭാഷ പ്രയോഗിച്ചത് പോലും മുരളീധരനും VD സതീശനും ഒക്കെയാണ്. പുകഞ്ഞ കൊള്ളിയെ പുറത്താക്കാൻ ബ്രഹ്മാസ്ത്രം തന്നെയാണ് അവർ പ്രയോഗിക്കുന്നത്. അതാണ് അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മുരളീധരൻ പറഞ്ഞത്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നത്. എന്നാൽ അതിന് മുന്നോടിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രണ്ടാമത്തെ കേസിലും കോടതി ജാമ്യം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് തന്റെ ആദ്യ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നൊക്കെ കേൾക്കുന്നുമുണ്ട്. അവിടെയാണ് സണ്ണി ജോസഫ് വലിയൊരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. പരാതിക്കാരിയോട് പരാതി കീറി മുറിച്ചുകൊണ്ട് ചോദിക്കുന്നതും ഒരു സംശയം പ്രകടിപ്പിക്കുന്നതും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ബലാത്സംഗ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് KPCC അധ്യക്ഷന്റെ വരവ്. വെൽ ഡ്രാഫ്റ്റഡ് പരാതിയായിരുന്നു അതെന്ന് സണ്ണി ജോസഫ് പറയുകയാണ്. മാധ്യമങ്ങൾക്ക് നൽകിയ ശേഷമാണ് യുവതി തനിക്ക് ഇമെയിലായിട്ട് പരാതി അയച്ചത്. അതിനു മുന്നിൽ ലീഗൽ ബ്രെയിൻ തന്നെയുണ്ട്. അതിന്റെ ഉദ്ദേശം അറിയാമെന്നും സണ്ണി ജോസഫ് തുറന്നടിക്കുകയാണ്. കണ്ണൂരിൽ മാധ്യമങ്ങളോടായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഇക്കഴിഞ്ഞ ഡിസംബർ 2-നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി ഉയരുന്നത്. കേരളത്തിലെ പുറത്തു താമസിക്കുന്ന 23-കാരിയായ യുവതിയായിരുന്നു പരാതിയുമായിട്ട് രംഗത്തെത്തിയത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കായിരുന്നു യുവതിയുടെ പരാതി. രാഹുലിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു പരാതിയിൽ യുവതി ഉന്നയിച്ചിരുന്നത്. വിവാഹ വാഗ്ദാനം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചതായിട്ട് യുവതി ആരോപിച്ചു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതി സംശയമുണ്ടെന്ന് കോടതി ഉത്തരവിട്ടു. കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവും പുറത്തുവന്നു. ഈ പകർപ്പിലാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പരാതി നൽകിയതിൽ കാലതാമസം ചൂണ്ടിക്കാണിച്ച സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കാൻ പ്രഥമ ദൃഷ്ട്യാ കഴിഞ്ഞിട്ടില്ല എന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പരാതിയിലും മൊഴിയിലും വൈരുദ്ധ്യമുണ്ട്. രാഹുലിനെതിരായ ആരോപണം ഗൗരവമാണ്. പോലീസിലെ പരാതി നൽകാതെ KPCC പ്രസിഡന്റിന് പരാതി നൽകിയതും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതായത് ഈ പരാതി സമ്മർദ്ദത്തിലാകാം ഈ പരാതി നൽകിയതെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. പരാതി നൽകാൻ വൈകിയതിന് പല കാരണങ്ങളും വന്നു. ഹാജരാക്കിയ ചാറ്റുകൾ ആരോപണം തെളിയിക്കുന്നതല്ല എന്നും വിധിപ്പകർപ്പിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയുടെ ജാമ്യം. ഇതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സണ്ണി ജോസഫും പറയുന്നത്. ഇതിനൊക്കെ പിന്നിൽ മറ്റെന്തോ കറുത്ത കരങ്ങൾ ഉണ്ടെന്നാണ് എന്തായാലും സണ്ണി ജോസഫ് പറയുന്നത്. സണ്ണി ജോസഫ് ഈ സംശയം പ്രകടിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ വാതിൽ തുറക്കുമോ കോൺഗ്രസ് എന്നൊക്കെ ഇനി കണ്ടറിയാനുള്ള കാര്യമാണ്. ഇതേ വിഷയത്തിൽ സന്ദീപ് വാര്യർക്ക് മുന്നിലും ജയിലറ അടച്ചുകൊണ്ടാണ് കോടതി ഇടപെടുന്നത്. ഇതിൽ ഇടപെട്ടവർക്ക് ഭരണകക്ഷി നൽകുന്ന സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ജയിലിൽ കിടക്കുന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷിച്ച പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാർക്കെതിരെ പാർട്ടി ചെറിയൊരു അച്ചടക്ക നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അവരെ സംരക്ഷണ കവചം ഒരുക്കി അവരെ രക്ഷിക്കുകയാണ് ഗവൺമെന്റും പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ പ്രതികളുണ്ട്, ഉന്നതന്മാർ ഇനിയും വരേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമായ പരാമർശം നടത്തിയിട്ടുണ്ട്. ആഴ്ചകൾ കഴിഞ്ഞിരിക്കുകയാണ്, ആ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല. തിരഞ്ഞെടുപ്പിനിടയിൽ
അന്വേഷണം ആരോപിച്ചിരിക്കുകയാണ്. നഷ്ടപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തിരികെ പിടിക്കുവാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജനങ്ങൾ ഇതിൽ വലിയ പ്രതിഷേധത്തിലാണ്. വിലക്കയറ്റം, കാർഷിക മേഖലയുടെ തകർച്ച, തൊഴിലില്ലായ്മ, അക്രമരാഷ്ട്രീയം, വന്യമൃഗശല്യം, തീരദേശ മേഖലയിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ നിൽക്കുമ്പോഴാണ് സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിലേക്ക് ഓടുന്നത്. അതായത് ഇതൊക്കെ മറയ്ക്കണം, ഈ കാര്യങ്ങളൊക്കെ മറയ്ക്കണം. നമുക്കറിയാം, റിനിയാൻ ജോർജ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരാണ് ആദ്യം ഈ പരാതിയുമായി രംഗത്തെത്തുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടം തനിക്ക് അശ്ലീല മെസ്സേജുകൾ അയച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ വിളിച്ചു. പക്ഷെ തനിക്ക് പരാതിയില്ല. VD സതീശന്റെ മാനസപുത്രിയാണ് ഈ VD സതീശനെ പിതൃതുല്യയായി കാണുകയാണ് എന്നാണ് ഈ റിനിയാൻ ജോർജ് പറഞ്ഞത്. അപ്പോൾ VD സതീശന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഈ പെൺകുട്ടി ഒരു ദിവസം വന്ന് ചാനലിന് മുന്നിൽ വന്നിരുന്നു. ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ജനപ്രതിനിധി ഇങ്ങനെ എന്നോട് പറഞ്ഞു എന്ന് പറയണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ VD സതീശൻ പറഞ്ഞിട്ടാണ് എന്നല്ല പറയുന്നത്. പക്ഷെ കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കാൻ ഒരു വിഭാഗമുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു പരാതിയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ അപമാനിച്ചു, അത് വാക്കുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും എങ്ങനെയായാലും നമ്മളെ ഒരാൾ അപമാനിച്ചാൽ നമ്മൾ ഉടനടി ഒരാഴ്ച ചിലപ്പോൾ നമ്മൾ ആ ഡ്രോമയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മാസം ആ ഡ്രോമയിലിരിക്കും. ആ ഡ്രോമയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് മുഖ്യമന്ത്രിക്ക് മെയിലായി അയക്കാം. അപ്പോൾ അത്തരത്തിൽ പരാതികൾ എങ്ങനെ വേണമെങ്കിലും, പോലീസിന് വേണമെങ്കിലും ആ പോലീസിനോട് വിളിച്ചു പറയാം, അല്ലെങ്കിൽ മെയിലായി അയക്കാം. എന്നെ ഇയാൾ നിരന്തരം ശല്യപ്പെടുത്തുന്നു, എനിക്ക് ഇയാൾ വൃത്തികെട്ട മെസ്സേജുകൾ അയക്കുന്നു, എനിക്ക് ഇയാളെ കൊണ്ട് ശല്യമാണ്, ഇയാൾ ഒരു ജനപ്രതിനിധിയാണ്, ഇയാളുടെ പേരിങ്ങനെയാണ്. ഈവൻ അയാൾ ഇലക്ഷന് നിൽക്കുന്നതിന് മുൻപ് പോലും ഈ പരാതി ഉന്നയിക്കാം. ഇയാൾ ജയിച്ച് MLA ആകുന്നത് വരെ ഒന്നും കാത്തിരിക്കേണ്ട. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാവുന്ന സമയത്ത് ഈ പരാതി ഉന്നയിക്കാം. ആ സമയത്ത് ഇത് നടന്നിട്ടുണ്ടെങ്കിൽ, ഇയാൾ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ ഏറ്റവും നല്ല സമയമായിരുന്നു ഈ പരാതി ഉന്നയിക്കാനുള്ള. ആ സമയത്തൊന്നും ഈ പരാതി ഉന്നയിക്കാതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ഏതെങ്കിലും പ്രധാന പദവിയിലേക്ക് കോൺഗ്രസ് കൊണ്ടുവരുമോ, അല്ലെങ്കിൽ ദേശീയ നേതൃത്വം കൊണ്ടുവരുമോ എന്നുള്ള ഭയം കോൺഗ്രസിനകത്ത് തന്നെ പലരെയും ഭയപ്പെടുത്തി. ആ ഭയമാണ് കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് രാഹുലിനെതിരെ വലിയ പട ഒരുക്കങ്ങൾ നടന്നത്. രാഹുലിനെ തകർക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടന്നത് കോൺഗ്രസിനകത്ത് തന്നെയാണ്. അത് പുറത്തു നിന്നല്ല. പുറത്തു നിന്ന് ചില എന്താ പറയുക, മുഖ്യമന്ത്രി അടക്കം അവിടെ എന്തൊക്കെ പീഡനങ്ങൾ നടന്നാലും അത് തീവ്രത അളന്നുകൊണ്ടുള്ള പീഡനങ്ങളായിരിക്കും. അതുകൊണ്ട് പ്രശ്നമില്ല. എന്തൊക്കെ വന്നാലും സംരക്ഷിക്കാൻ പാർട്ടിയുണ്ട്. മുകേഷിനെയൊക്കെ സംരക്ഷിക്കാൻ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൂടെയുള്ളവനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി ഒരിക്കലും രക്ഷപ്പെടാതെ ഇങ്ങനെ 70 കൊല്ലം ഭരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല. അതില്ലാത്തതിന്റെ കാരണം കൂടെയുള്ളവനെ കുതികാൽ വെട്ടാനും അവനെതിരെ മറ്റുള്ളവർക്ക് വാളങ്ങാനുള്ള വാള് വാങ്ങി കൊടുക്കാനും പല ഗ്രൂപ്പ് കളികൾ നടത്താനും നിങ്ങൾ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നിടത്താണ് കോൺഗ്രസിന്റെ പരാജയം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വന്നാൽ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നാലും അയാൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഉഭയകക്ഷി സമ്മതപ്രകാരമല്ല അയാൾ സ്ത്രീകളോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഉടനടി പരാതി കൊടുത്തയാൾ അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അയാൾക്ക് ലൈംഗിക വൈകൃതം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. അയാൾ സൈക്കോയാണെങ്കിൽ അയാൾ ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. പക്ഷേ മനഃപൂർവ്വം അയാളെ തകർക്കാനായി കുറെ മാധ്യമങ്ങളും കുറെ ആളുകളും കുറെ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചാൽ അങ്ങനെ ആ വ്യക്തി തകരും എന്ന് വിശ്വസിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായി പാലക്കാട് നിന്ന് മത്സരിച്ചാലും അയാൾ ജയിക്കും. അതിൽ 100% ഉറപ്പാണ്. നിങ്ങൾ വേട്ടക്കാരനോടൊപ്പമാണോ എന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടം വേട്ടക്കാരനാണ് എന്ന് കേരളത്തിലെ ഒരു 80% ആളുകൾ വിശ്വസിക്കുന്നില്ല. കാരണം ഈ സംഭവം നടന്ന ഉടനെ പരാതി നൽകാതെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് പരാതി നൽകുമ്പോൾ ആ പരാതിക്ക് പിന്നിൽ എന്താണ് എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്.